അസ്സലാമു അലൈക്കും. ഈ ഓരോ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഒരുപാട് വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട്. അതായത് ചിലപ്പോൾ ചിലർ പുസ്തകം വായിക്കും, ചിലവർ എന്താ പറയുക പാട്ട് കേൾക്കുക, അങ്ങനെ ഓരോ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിൽ പുസ്തകം വായിക്കണ ഒരു ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നോവല് എന്ന് പറഞ്ഞ ഒരു സാഹിത്യ എന്താ പറയുക ആ ഒരു ഏരിയയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് എന്തിനാണ് നോവൽ വായിക്കുന്നത്, നോവലിൽ നിന്ന് എന്ത് ലഭിക്കും എന്നൊരു ചോദ്യം. സത്യത്തിൽ ആ ഒരു നോവല് ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ഇപ്പൊ അടുത്ത് കുറച്ച് നാൾ മുമ്പ് വായിക്കാനിടയ ഒരു പുസ്തകമാണ് ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന ഈ പുസ്തകം. എം മുകുന്ദൻ സാറിന്റെ ഒരു ക്ലാസിക്കൽ രചന എന്നൊക്കെ പറയാം. അത്രയ്ക്കും ഭീകരമായ എഴുത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു സംഭവത്തില് നോവല് എന്തിനു വായിക്കണം ആ നേരത്തെ ചോദ്യം ചോദിച്ച അതേ മനുഷ്യര് ഈ ഒരു പുസ്തകം വായിച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നതിൽ സത്യത്തിൽ വായനയെ പറ്റി അവർക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ പറയാം. അപ്രസക്തമാണ്. കാരണം അത്രയ്ക്കും എന്താ പറയാ ബ്യൂട്ടിഫുൾ നറേഷനിലൂടെ സത്യത്തിൽ പറഞ്ഞ ഈ ഒരു പുസ്തകത്തെ കോർത്തിണക്കി വെച്ചിരിക്കുന്ന അത്രയ്ക്കും മനോഹരമായ ഒരു രീതിയിലാണ്. ഈ മുകുന്ദൻ സാറ് അദ്ദേഹം ഒരു എഴുത്തുകാരാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മയ്യഴി, അതായത് ഇന്നത്തെ മാഹി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹം ആദ്യത്തെ 20 വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ ജീവിതത്തിൽ ആദ്യത്തെ 20 വർഷങ്ങൾ ജീവിക്കുന്നത് ഈ മയ്യഴിയിലാണ്. എന്നിട്ട് അതിനെ പറ്റിയിട്ട് വേറെ പുസ്തകം എഴുതിക്കണം, മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞിട്ട്. രണ്ടാമതായിട്ട് പിന്നെ ഒരു നഗരത്തിലേക്ക് എത്താണ്, ഡൽഹി എന്താ പറയാ ഡൽഹി എന്നൊരു സ്വപ്ന നഗരത്തിലേക്ക് എത്താണ്. സത്യത്തിൽ ഒരുപാട് എന്താ പറയാ നമ്മൾ ഡൽഹിന്നൊക്കെ കേട്ടുകഴിഞ്ഞാല് ബിൽഡിങ്ങുകളൊക്കെ കുറെ കെട്ടിടങ്ങളൊക്കെ നിറഞ്ഞാണ്ട് വലിയ സംഭവം. എന്താ പറയാ ഇന്ത്യയെ പറ്റി ചോദിക്കുന്നത് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, അങ്ങനെ കുറെ എന്താ പറയാ സാധാരണക്കാർക്ക് മനസ്സിലായി. അതെ, അതിനൊക്കെ എന്താ പറയാ പച്ചയായി കീറിക്കൊണ്ട് ഡൽഹിയുടെ യാഥാർത്ഥ്യത്തെ ഓരോ തെരുവുകളിൽ ഓരോ ഗില്ലികളൊക്കെ പരിശോധിച്ച് കണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു പുസ്തകം ആദ്യം തന്നെ ചെയ്തു വെക്കുന്നുള്ളത്. ഡൽഹിയില് സാർ ജീവിക്കുന്ന 40 വർഷങ്ങള് അദ്ദേഹം സഹദേവൻ എന്നൊരു ക്യാരക്ടറിലൂടെ ഇതിൽ വരച്ചു കാണിക്കുന്നുണ്ട്. സഹദേവൻ എന്ന് പറഞ്ഞാല് ആത്മഭാഷണം എന്നുള്ളൊരു ആ ക്യാരക്ടറിന് സ്വന്തത്തോട് വർത്താനം പറയാം. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. അവസാനമായിട്ട് ഈ ആത്മഭാഷ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ മനസ്സിനോട് ഇങ്ങനെ വർത്താനം പറയാം, ആരാന്നില്ല സ്വന്തം കാര്യം ബാക്കിയുള്ളവരുടെ കാര്യം. അങ്ങനെ അവസാനമായിട്ട് ഇയാള് എന്താ സഹദേവൻ എന്നുള്ള ക്യാരക്ടർ ആത്മഭാഷ നടത്തുന്ന ആളുടെ ഉറ്റ സുഹൃത്തായ ശ്രീധരൻ എന്നുള്ള ആള് അങ്ങനെ ഒരു മരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഒരു എന്താ പറയാ പിന്നെ ഇയാൾ ആത്മഭാഷണം നടത്തുക. അങ്ങനെ എന്താ പറയാ അവശനായി വളർന്നു പോകുന്നുണ്ട്. അത് വെറും ആത്മഭാഷണം മാത്രല്ല, അതിനോടുകൂടെ ഈ വീഡിയോ വലിച്ചിട്ട് അതെ അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ സഹദേവന്റെ ഈ സംഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ സഹദേവൻ ഡൽഹിയുടെ നേർക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് സ്വയം പുകച്ച് തുപ്പുകയായിരുന്നു എന്നാണ്. അത് ആ ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിൽ വേറെ പറയാനുണ്ട്. കമ്മ്യൂണിസം ഉള്ളിൽ കയറിയിട്ട് ഇന്ത്യയും ചൈനയും നടക്കുന്ന ആ യുദ്ധത്തില് ആ ഒരു പത്രവാർത്ത വായിച്ചിട്ട് ഹൃദയം പൊട്ടിയിട്ടാണ് ഈ ശ്രീധരൻ എന്നുള്ള വ്യക്തി മരിക്കുന്നത്. അതെങ്ങനെയാണ് എഴുത്തുകാരൻ മരിച്ചു എന്നല്ല പറയണത്, ശ്രീധരൻ കുട്ടി ഫ്യൂസ് അടിച്ചു പോയി. അവിടെയാണ് ഈ ഒരു നോവല് എത്രത്തോളം ചോരാതെ കറക്റ്റ് ഫ്യൂസ് അടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോ ഇത് വായനക്കാർക്ക് ഇത്ര ആകർഷകമാണ്. ക്ലാസിക്കൽ ആകുന്നത് സത്യത്തില് ഈ ഒരു ഏരിയയിലാണ്. വളരെ രസകരമായ രീതിയിൽ എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇനി ഇതിന്റെ ഇത്ര രസകരമായിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ യഥാർത്ഥ കോർ കണ്ടന്റ് വിശപ്പ് എന്ന് പറഞ്ഞാൽ എത്ര രസകരമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അതിന്റെ വിശപ്പിന്റെ റിപ്പബ്ലിക്, അതായത് നമ്മൾ ആമാശയത്തിനുണ്ടാകുന്ന വിശപ്പ്, അതിന് പുറമെ കാമഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന വിശപ്പടക്കം സഹദേവൻ എന്ന ക്യാരക്ടർ കണ്ടുമുട്ടുന്ന തുടങ്ങുന്നുണ്ട്. വാസവ പണിക്കർ കാലത്ത് അദ്ദേഹം ഇങ്ങനെ വറച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കോട്ട കെട്ടിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഒരു വാസവ നായരെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് ശരിക്കും നമ്മെ ആകെ പുളകം കൊള്ളിക്കുന്നത്. ഈ റമദാനിലൊക്കെ ട്രെൻഡ് ആയിരുന്ന ചോറുള്ള അതേമാതിരി മൂപ്പർക്കും കുറെ വിശപ്പടക്കാൻ പൈസ വേണമെന്ന് പറയില്ല. അദ്ദേഹത്തിന്റെ ലിസ്റ്റ് ചൊവ്വാഴ്ച മന്ദിറിലുണ്ടാകും, വെള്ളിയാഴ്ച ബാലബാബാക്കിലുണ്ടാകും, അങ്ങനെ കുറെ സ്ഥലങ്ങൾ, സ്പോട്ടുകൾ, അമ്പലങ്ങള്. അങ്ങനെ പറഞ്ഞാല് ആള് ഒരു നിലപാട് പറഞ്ഞാല് ആള് പറയണത് വാദെന്നോനെ നമുക്ക് അന്നം തരും എന്നുള്ളതാണ്. മൂപ്പർ പറഞ്ഞിട്ടുണ്ട് ഈ പക്ഷികൾക്കൊന്നും കായുണ്ടായിട്ടല്ലോ ഫുഡ് കഴിക്കണത്,
ഓർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും ആ ഒരു മാർഗത്തിലൂടെ ഭക്ഷണം കണ്ടെത്തുന്നുള്ളു. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പുസ്തകം ഒരു ചരിത്ര താളിലേക്ക് പോകുന്നുണ്ട്. ചരിത്ര താളിലേക്ക് ഇവിടെയാണ് സത്യത്തില് എന്താ പറയാ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഇത് ഇപ്പൊ പറഞ്ഞ ഒരു നോവൽ ഇപ്പൊ ഏകദേശം ഒരു നോവൽ അയക്കണേ. പക്ഷേ എന്താണ് ഈ ഒരു ബുക്ക് വായിക്കുന്ന ആൾക്ക് ഇത് നോവലാണോ അതോ ഹിസ്റ്റോറിക്കൽ ആണോ ഓട്ടോബയോഗ്രഫി ആണോ ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ദിരാഗാന്ധി ഭരണത്തിൽ എത്തുന്നത് തന്നെ ഗരീബി ഹട്ടാവോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊരു ആപ്തവാക്യത്തിലൂടെയാണ്. പക്ഷേ എന്നിട്ടും അന്ന് ഡൽഹിയിൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഈ ചോറുള്ള പള്ളി പോലത്തെ സമ്പ്രദായം, അതായത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ തപ്പി മനുഷ്യർ അലയേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതിന് കാഠിന്യം പറഞ്ഞ പട്ടിണി. അതെ, ചരിത്രപരമായിട്ട് ഈ പുസ്തകത്തെ പറ്റിയിട്ട് ചരിത്രപരമായിട്ടുള്ള സംഭവം നോക്കുവാണെങ്കിൽ ജയപ്രകാശ് നാരായണന്റെ സംഭവങ്ങള്, അതുപോലെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് സ്വാതന്ത്ര്യ സമരം, ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരം നേടിക്കൊടുത്ത അതേ പാർട്ടി തന്നെ എന്ത് ചെയ്യാണ്, ആ രാജ്യത്തെ അടിയന്തരാവസ്ഥയിലേക്ക് എത്തിക്കാണ്. ഖാൻ മാർക്കറ്റിനെ പറ്റി പറയുന്നുണ്ട്. മുഹമ്മദ് ഖാന്റെ കട പൂട്ടിക്കുന്നത് വെറും എന്തിനു വേണ്ടി? മുസ്ലിം ആയതിന്റെ പേരില് മുഹമ്മദ് ഖാന്റെ കട പൂട്ടിക്കാണ്. ദയനീയമാണ്. അബ്ദുൽ നാസർ, അബ്ദുൽ നിസാർ, അതായത് ഒരു ഡൽഹി കൊതിയോട് കൂടിയിട്ട് നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് വന്ന ഒരു യുവാവിനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോവാണ്. അതുപോലെ ഈ സഹദേവൻ ഒരിക്കലും യമുനയുടെ തീരത്തോടെ നടന്നു പോകുന്ന അവസരത്തില് വാച്ചിക്ക് ഇങ്ങനെ നോക്കുമ്പോ അതില് സമയം ഓടണില്ല. അപ്പൊ വാച്ച് ഊരിട്ട് നേരെ യമുനയിലേക്ക് ഇറങ്ങിയിട്ട് നിനക്കിത് നന്നാക്കി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നീ നന്നാക്കി ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സഹദേവന്റെ ഒരു ലോല ഹൃദയത്തെ, ആ ഒരു എന്താ പറയാ, ആ ഒരു ക്യാരക്ടറിനെ അവിടെ വ്യക്തമാക്കുന്ന ഒരു സംഭവമൊക്കെ കാണാനുണ്ട്. അങ്ങനെ നമ്മള് പത്രത്തിൽ ഈ ഉത്തരേന്ത്യയില് ബുൾഡോസർ രാജ് വെച്ചിട്ട് പ്രത്യേകിച്ച് മോഡി ഭരണത്തിൽ വന്നതിന് ശേഷം അതായത് മദ്രസകളെയും ഗുജറാത്തിലും പള്ളികളൊക്കെ അടിച്ചു തമർക്കണ അതൊക്കെ അന്നേ അന്നേ സഹദേവൻ എന്ന ക്യാരക്ടറിലൂടെ എഴുത്തുകാരൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചെറിയ മുസ്ലിം കുട്ടികളെ ചെറിയ പൈതലുകളുടെ ലിംഗത്തിലേക്ക് കല്ലെറിയുന്ന എന്താ പറയാ വേദനാജനകമായ ഒരു കാഴ്ചകളൊക്കെ കരളലിയിക്കുന്ന രീതിയിൽ കാണുന്ന ഒരു സഹദേവൻ എന്നൊരു കഥാപാത്രത്തെ, സഹദേവൻ എന്നൊരു കഥാപാത്രം കറുത്ത അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞതിനിടയിലാണ് കുഞ്ഞുണ്ണി സഹദേവനോട് പറയുന്നുണ്ട്, സഹദേവ ഇന്ദിരാഗാന്ധി മരിച്ചു. അവിടെയാണ് ശരിക്കും ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഈ അനുഭവങ്ങള് അവിടെ കണ്ടന്റ് ബേസ്ഡ് അവിടെ വായിക്കുമ്പോൾ നെറ്റി ഉണരും. അതാണ് അവിടെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മരിച്ചു എന്നുള്ളത് ഈ പെട്ടെന്നൊരു ഷോക്കിൽ അറിയുമ്പോൾ ഉണ്ടാവുന്ന ഓരോ എന്താ പറയാ സംഭവങ്ങളൊക്കെ വളരെ ബൃഹത്തായ ഭാഷയിൽ മലയാളം നോവൽ എന്തിനാണ് വായിക്കുന്ന ചോദ്യം അത് അവിടെയാണ് പ്രസക്തമാകുന്നത്. സത്യത്തില് ഒരു നോവലിൽ നിന്ന് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ എന്താ പറയാ ഭാഷ വൈവിധ്യം എന്തായാലും നോവൽ ഉണ്ടാവും, എന്നാൽ ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു വ്യത്യസ്തമായ ഭാഷാവിധിയാണ്. ഫ്യൂസ് പോകാത്ത പല ടേമുകളാണ് ഉപയോഗിക്കുന്നത്. അല്ല, ഇതൊക്കെ പാടെ ഈ എന്താ ഓട്ടോബയോഗ്രഫിയും ഹിസ്റ്റോറിക്കലും നോവലും അല്ലാതെ പാടി ഉൾക്കൊള്ളിച്ചത് വെറും 494 പേജിന്റെ ഉള്ളിൽ നിന്നുള്ളതാണ്. 494 പേജിനുള്ളിൽ ഉൾക്കൊള്ളിക്കാന്നൊക്കെ പറഞ്ഞ. അതുപോലെ ഇതിന്റെ ഭാഷയുടെ ഘടനയിലേക്ക് നമ്മൾ എത്തുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഓരോ എന്താ പറയാ ഇത് പറയുന്നുണ്ട്. ഡൽഹിയിൽ ഖബർസ്ഥാനുകൾ കൊണ്ട് പെരുകുന്നൊരു അവസരത്തിൽ അവിടെ പൊട്ടിയും ചിതറയൊക്കെ ഒരുപാട് ഇങ്ങനെ ഖബർ കിടക്കുന്നതിന്റെ ആ കല്ലുകൾക്ക് കാലപ്പഴക്കം കൊണ്ട് കല്ലുകൾക്ക് അർബുദം സംഭവിക്കുക. അത് കാവ്യഭംഗി എങ്ങോട്ട് ചെന്ന് എത്തിക്കുന്നു. കല്ലുകളെ ഒരു നോവൽ എഴുത്തുകാരൻ എന്താ പറയാ സ്വന്തം ആത്മകഥയുടെ കുറെ ഭാഗങ്ങളും നോവലും ചരിത്രമൊക്കെ കൂട്ടി എഴുതുന്ന അവസരത്തിലും കാവ്യഭംഗിക്ക് അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. അതായത് ഭാഷ അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് അത് ഓരോ കൊളോക്കിയൽ ലാംഗ്വേജ് യൂസ് ചെയ്യണ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഓരോ ഭാഷ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളമൊക്കെ ഉപയോഗിക്കുന്നത് പോട്ടിയാ. മലബാറിയൻസിന്റെ ഭാഷ എത്തുമ്പോ അവിടെ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ മലയാളികളിൽ എത്തുമ്പോൾ അതുപോലെ ഹിന്ദിയിലുണ്ടാവണ ഓരോ കൊളോക്കിയൽ ലാംഗ്വേജസും അതും കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് എന്നാൽ കാവ്യഭംഗി നിലനിർത്തിക്കൊണ്ട് വളരെ ഇദ്ദേഹത്തിന്റെ എഴുത്തുകളെ പറ്റിയിട്ട് പ്രവാചക വാക്കുകൾ എന്നാണ് പറയുന്നത്. ആശയം ചോരാതെ പ്രവാചകർ കാര്യപ്പെട്ട കാര്യം മാത്രമേ പറയുള്ളൂ. പറയണതൊക്കെ എന്തായിരിക്കും, പ്രവാചകർ പറയണതില് പ്രത്യേകിച്ച് ഫിക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുള്ള് എന്താ പറയാ ഒരു ഉള്ള സാധനങ്ങൾ മാത്രമേ പറയുള്ളൂ. അങ്ങനത്തെ ഒരു എഴുത്താണ് എം മുകുന്ദൻ സാറിന്റെ എഴുത്തിനെ പറ്റി പറയുന്നത്. സത്യത്തില് ഒരു മലയാളം എന്നല്ല, ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഈ ഡൽഹി ഗാഥകൾ എന്ന പുസ്തകം പ്രസക്തി ആർജിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, നോവൽ വായിച്ചിട്ട് എന്ത് കിട്ടും എന്ന് ചോദിച്ച ആ ഒരു ആർഗ്യുമെന്റ് അത് ഇവിടെ ഈ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ കൂടി
തളരുകയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും.